ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് തെന്മല ഡാമിൻ്റെ മുമ്പിലാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിക്കളഞ്ഞ ഒരു കാഴ്ചയുണ്ട്. അതായത് അവിടുത്തെ കാര്യങ്ങൾ മൊത്തം വാനര സംഘങ്ങൾ കൈവശപ്പെടുത്തിയിരിക്കുന്നു. അവിടെയുള്ള കാറിൻ്റെ മുന്നിലും മുകളിലും കൂടാതെ പരിസര പ്രദേശങ്ങളിലുമെല്ലാം ഈ കുരങ്ങന്മാർ തന്നെ അവിടെ വിലസുന്നത്. അവിടെ കിടക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കൈക്കലാക്കുകയും അതെടുത്ത് ചുമ്മാ കടിക്കുകയും മറ്റും ചെയ്യുന്നു. പരിസ്ഥിതി മലിനമാക്കുന്നതിൻ്റെ ഒരു ബലിയാടുകൾ കൂടിയാണ് ഈ കാഴ്ച നമുക്ക് കാണിച്ചു തരുന്നത്. ഈ കാണുന്ന വഴിയെ വേണം നമുക്ക് ഡാമിൻ്റെ മുകളിലെത്താൻ. ചെല്ലുമ്പോൾ തന്നെ നമ്മളെ കാത്തിരിക്കുന്നത് വിശാലമായ പച്ചപ്പിൻ്റെ കാഴ്ചയാണ്. ഈ പച്ചപ്പിൻ്റെ കാഴ്ച ആരെയും ഒന്ന് മോഹിപ്പിക്കും. പരപ്പാറിൻ്റെ ജലമൊഴുക്കാണ് ഈ കാണുന്നത്. ഡാം ഇപ്പോൾ തുറന്നിട്ടില്ലെങ്കിലും പരപ്പാറിൽ ജലം ഇപ്പോൾ സമൃദ്ധമായി ഒഴുകുന്നുണ്ട്. മഴക്കാലമായതുകൊണ്ടായിരിക്കും ഈ വെള്ളമൊഴുക്ക്. നടന്നു ചെല്ലുമ്പോഴത്തേക്കും നമ്മളെ കാത്ത് ഒരു ഇരിപ്പിടം റെഡിയായി ഇരിപ്പുണ്ട്. പക്ഷേ അതിൻ്റെ ഷേപ്പ് ഒന്ന് ശ്രദ്ധിച്ചേ. മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള ഏതെങ്കിലും സാധനവുമായി സാദൃശ്യം തോന്നുന്നുണ്ടോ? എനിക്ക് സാദൃശ്യം തോന്നിയത് ഇതൊരു പഴയ കളിപ്പാട്ടത്തിനോടാണ്. ബോൾ മെയ്സ് ഗെയിം എന്നറിയപ്പെടുന്ന ഒരു കുഞ്ഞു കളിപ്പാട്ടം. ഇത് ഓണക്കാലത്തൊക്കെയാണ് നമ്മുടെ കടകളിൽ എത്തുന്നത്. അതിൻ്റെ ഷേപ്പിനോടാണ് എനിക്ക് കൂടുതൽ സാദൃശ്യം തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത് അതേ കണക്കില്ലേ? ഇത് ഡാമിൻ്റെ മുകൾ ഭാഗത്തോട്ട് പോകുന്നതിനുള്ള പാതയാണ്. ഈ കയറ്റം കയറി വേണം ഈ ഡാമിൻ്റെ മുകളിലെത്താൻ. കുത്തനെയുള്ള പടികളാണ്. എൻ്റെ കണക്ക് കൂട്ടൽ പ്രകാരം 100-നും 150-നും ഇടയ്ക്ക് പടികളുണ്ടാവും. പക്ഷേ എല്ലാം ഇൻ്റർലോക്ക് ഇട്ട് വളരെ ഭംഗിയായി ചെയ്തിരിക്കുന്നു. കറക്റ്റ് സ്പോട്ടിൽ തന്നെ നാരങ്ങ വെള്ളവുമായി ആളവിടെ ഉണ്ട്. അതൊരു ഭാഗ്യമായി, അല്ലെങ്കിൽ പിന്നെ കുറച്ചും കൂടെ ക്ഷീണം തോന്നിയേനെ. ഇതാണ് ഡാമിൻ്റെ മുകൾ ഭാഗത്തു നിന്നുള്ള വ്യൂ. കഴിഞ്ഞ പ്രാവശ്യം റോസ്മലയ്ക്ക് പോയപ്പോൾ കണ്ട ഭാഗത്തിൻ്റെ മറ്റൊരു വശങ്ങളിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ടോപ്പ് വ്യൂ ആയിരുന്നു അന്ന് ഞാൻ റോസ്മലയിൽ നിന്നും ചിത്രീകരിച്ചത്. ഈ കാണുന്ന കാഴ്ച നിങ്ങൾ തന്നെ കണ്ടു വിലയിരുത്തും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ദാണ്ട